നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ വിഷമതകളും ബുദ്ധിമുട്ടുകളും വന്നാലും അതിനെയൊക്കെ ധൈര്യസമേതം നേരിടുന്ന ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ കുടുംബ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജന്മരാശാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് അനുകൂല സ്ഥിതി പൊതുവെ കാണുന്നുണ്ടെങ്കിലും ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ടും പ്രത്യേകിച്ച് മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവനാഥനായിട്ടുള്ള സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ചില സമയങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ പ്രത്യേകം നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധിക്കണം. ഇനി കർമ്മപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. കൂടാതെ നിവർത്തിനാഥനായിരിക്കുന്ന ശുക്രനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടോ കർമ്മപരമായിട്ടോ എന്തെങ്കിലും വിഷമതകൾ വന്നാൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും അതിനെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഴിവതും ഈ ഒരു സമയങ്ങളിൽ സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മാർച്ച് മാസം 15-ാം തീയതി മുതലാണെങ്കിൽ 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കണം. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കണം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ നല്ലൊരു സമയമാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കാണെങ്കിലും വിജയസാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യം മാർച്ച് മാസം 15-ന് ശേഷം 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ ദുരിതസ്ഥാനത്ത് വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ട് മാർച്ച് 15-ന് ശേഷം പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കൂടാതെ ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നേട്ടങ്ങളും ഉയർച്ചയും കാണുന്നുണ്ടെങ്കിലും ലാഭാധിപനായ ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ഏഴരശനിയിലൂടെ ഈ ശനീശ്വരൻ സഞ്ചരിക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ അശ്വതി നക്ഷത്രക്കാർ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും നീരാഞ്ജനം ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്.